Good afternoon, students. നമ്മൾ പാർഷ്യൽ ഡിഫറൻഷിയേഷൻ ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മൾട്ടിവേരിയബിൾ ഫംഗ്ഷൻസിന്റെ, അതായത് ഒന്നിൽ കൂടുതൽ വേരിയബിൾസ് ഉള്ള ഫംഗ്ഷൻസിന്റെ ഡിഫറൻഷിയേഷൻ ഡെറിവേറ്റീവ്സിനെ പറയുന്നത് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എന്നാണ്. പാർഷ്യൽ ഡെറിവേറ്റീവ്സിന്റെ റൂൾസ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. റൂൾസ് ഓഫ് പാർഷ്യൽ ഡിഫറൻഷിയേഷൻ, സ്ക്വയർ പ്രോഡക്റ്റ് ഓഫ് എ ഫംഗ്ഷൻ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് that scalar, that constant multiple of derivative of the function ആണ്. സം ഡിഫറൻസ് പ്രോഡക്റ്റിൻ്റെ ഒക്കെ ഡെറിവേറ്റീവ്സ് നമ്മൾ പഠിച്ചു. സമ്മിൻ്റെയും ഡിഫറൻസിൻ്റെയും ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ഡെറിവേറ്റീവ്സിൻ്റെ സമ്മും ഡെറിവേറ്റീവ്സിൻ്റെ ഡിഫറൻസും ആണ് റെസ്പെക്റ്റീവ്ലി. പ്രോഡക്റ്റിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ വി ഹാവ് പ്രോഡക്റ്റ് റൂൾ, ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദ സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദ ഫസ്റ്റ്. അതുപോലെ കോഷ്യൻറ്റിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദി ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദി ഡിനോമിനേറ്റർ ദ ഹോൾ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ. പിന്നെ നമ്മൾ ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ, അതായത് കോമ്പോസിഷൻ ഓഫ് ഫംഗ്ഷൻസിൻ്റെ ഡെറിവേറ്റീവ്സ് ഡിസ്കസ് ചെയ്തു. ഫോർ ദാറ്റ് വി ഹാവ് ചെയിൻ റൂൾ. ചെയിൻ റൂൾ എഫ് ഓഫ് ജി ഓഫ് എക്സ് വൈയുടെ ഡെറിവേറ്റീവ് അല്ലെങ്കിൽ ഫംഗ്ഷൻ ഓഫ് എഫ് ഓഫ് ജിയുടെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്, കോമ്പോസിഷൻ എഫ് ഓഫ് ജിയുടെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എന്താന്ന് നമ്മൾ പറഞ്ഞേ, എഫിൻ്റെ ഡെറിവേറ്റീവിൽ നമ്മൾ എഫ് ഡാഷ് ഓഫ് ജി എഴുതുന്നു, എഫ് ഡാഷ് ഓഫ് എക്സിന് പകരം എഫ് ഡാഷ് ഓഫ് ജി എഴുതുന്നു, ഇൻ ടു ഡെറിവേറ്റീവ് ഓഫ് ജി. എഫ് ഡാഷ് ഓഫ് ജിനെ ജി ഡാഷ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് ജി കിട്ടും. അതിൻ്റെ നിങ്ങൾക്കത് പഠിക്കാൻ ബുദ്ധിമുട്ടാണ് കുറച്ച് പേർക്ക് എന്നുള്ളതുകൊണ്ടിട്ടാണ് നമ്മൾ അതിൻ്റെ നമുക്കുള്ള മൂന്ന് ഫങ്ഷൻസ്, പവർ ഫംഗ്ഷൻ, എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ, ലോഗറിതമിക് ഫംഗ്ഷൻ, ഈ മൂന്ന് ഫംഗ്ഷൻസിന്റെ കേസിൽ ഈ റൂൾ എങ്ങനെ വരും എന്ന് നമ്മൾ നോക്കിയത്. അതാണ് ജനറലൈസ്ഡ് പവർ ഫംഗ്ഷൻ റൂൾ, നാച്ചുറൽ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ റൂൾ, അതുപോലെ തന്നെ നാച്ചുറൽ ലോഗറിതമിക് ഫംഗ്ഷൻ റൂൾ എന്ന് പറഞ്ഞിട്ട് മൂന്ന് റൂൾസ് എഴുതി. അപ്പോൾ ഈ റൂൾസ് എല്ലാം നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കണം. ഇപ്പോൾ നമ്മൾ ഓൾറെഡി this is generalized power function rule. Derivative of power of f raised to n ന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ x raised to n ന്റെ ഡെറിവേറ്റീവ് കൂടെ നിങ്ങളൊന്ന് കമ്പയർ ചെയ്തിട്ട് ഓർക്കുക. x raised to n ന്റെ ഡെറിവേറ്റീവ് n into x raised to n minus 1 ആണ്. അപ്പോൾ f ഫംഗ്ഷൻ raised to n ന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ n into f ആ ഫംഗ്ഷൻ raised to n minus 1 into ഡെറിവേറ്റീവ് ഓഫ് f ആണ്. അതുപോലെ നാച്ചുറൽ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ റൂൾ പറഞ്ഞു. ഇ റേസ് ടു ആ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എന്താണ്, ഇ റേസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് ഇ റേസ് ടു എക്സ് തന്നെയായിരുന്നു. അപ്പോൾ ഇ റേസ് ടു ഫംഗ്ഷൻ എഫ് വന്നാൽ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു ദ ഫംഗ്ഷൻ എഫ് ഇൻ ടു ഡെറിവേറ്റീവ് ഓഫ് എഫ് ആണെന്ന് പറഞ്ഞു. അതുപോലെ നാച്ചുറൽ ലോഗറിതമിക് ഫംഗ്ഷൻ റൂളും നമ്മൾ പറഞ്ഞു. ലോഗറിതം ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/x ആണ്. അങ്ങനെയാണെങ്കിൽ ലോഗറിതം ഓഫ് സം ഫംഗ്ഷൻ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 1 ദാറ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എഫ്, അതായത് ആ ഫംഗ്ഷൻ. ഇതാണ് നാച്ചുറൽ ലോഗറിതമിക് ഫംഗ്ഷൻ റൂൾ. നമുക്ക് ഈ റൂൾസ് ഒക്കെ യൂസ് ചെയ്തിട്ട് കുറച്ച് പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. സോ നമ്മുടെ കുറച്ച് പ്രോബ്ലംസ് വന്നിട്ടുണ്ട്. ഫൈൻഡ് ദ ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ്. ഒരു പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്ത് കിട്ടുന്ന ഡെറിവേറ്റീവ്സിനെ നമ്മൾ ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എന്നാണ് പറയുക. ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സിനെ വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോഴാണ് സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് കിട്ടുന്നത്. അപ്പോൾ ഈ ഫംഗ്ഷൻസിനെയൊക്കെ ഒരു പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് ഓരോരോ പ്രോബ്ലംസ് ആയിട്ട് എടുക്കാം. ആദ്യത്തെ പ്രോബ്ലം z is equal to 4x cube plus 2x square y plus minus 7y square. അപ്പോൾ ഇതെങ്ങനെയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുക? So clearly here z is a function of x and y. So this is a multivariable function, actually two variable function. ഈ ടു വേരിയബിൾ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ വി ഹാവ് ടു പാർഷ്യൽ ഡെറിവേറ്റീവ്സ്. വൺ ഇസ് ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ്, അനദർ ഇസ് ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ. ഡോ ഇസെഡ് ബൈ ഡോ എക്സ് എന്നോ അല്ലെങ്കിൽ ഇസെഡ് എക്സ് എന്നോ എഴുതാം. നിങ്ങൾക്ക് ഏതാണ് കംഫർട്ടബിൾ എന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട് എഴുതാം. ഇസെഡ് എക്സ് എന്നോ അല്ലെങ്കിൽ ഡോ ഇസെഡ് ബൈ ഡോ എക്സ് എന്നോ എഴുതാം. ഇസെഡ് എക്സ് ഓർ ഡോ ഇസെഡ് ബൈ ഡോ എക്സ് ഇസ് ഈക്വൽ ടു എന്താ നമ്മൾ ചെയ്യേണ്ടത്? വെൻ യു ആർ ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ്, അസ്യൂം ദാറ്റ് ഓൾ ദി അതർ വേരിയബിൾസ് ആർ കോൺസ്റ്റൻസ്. സോ ഹിയർ നിങ്ങൾ എക്സിനെ മാത്രം കണ്ടാൽ മതി, വൈനെയൊക്കെ ഒരു നമ്പറിനെ പോലെ ട്രീറ്റ് ചെയ്യാം. എക്സിലുള്ള ടേംസ് മാത്രം നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു, വൈയിലുള്ള ടേംസ് ഒക്കെ
നമ്പറിനെ പോലെ കോൺസ്റ്റന്റിനെ പോലെ ട്രീറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ 4x ക്യൂബിന്റെ ഡെറിവേറ്റീവ് എന്ത് വരും? 4 is taken outside, കോൺസ്റ്റന്റ് ഇൻറ്റു x ക്യൂബിന്റെ ഡെറിവേറ്റീവ് 3x square plus 2 is a constant, take it outside. Y is also a constant, take it outside. കാരണം we are differentiating with respect to x. So we are assuming that y is a constant. Then there is x square. X square is a function of x and you are differentiating with respect to x. അപ്പോൾ x square ഡെറിവേറ്റീവ് എന്ത് വരും? 2x. അപ്പോൾ എക്സിന്റെ ടേംസിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഓക്കെ, വൈയുടെ ടേംസ് വന്നാൽ ഒരു കോൺസ്റ്റന്റ് പോലെ ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണെങ്കിൽ ഒരു കോൺസ്റ്റന്റ് കെ എന്നൊരു നമ്പർ വന്നാൽ ഡെറിവേറ്റീവ് 0 ആണ്, അല്ലെങ്കിൽ ഒരു നമ്പർ വന്നാൽ ഡെറിവേറ്റീവ് 0 ആണ്. y വന്നാലും ഡെറിവേറ്റീവ് 0 ആണ് when you are differentiating with respect to x. yയുടെ ഒരു ടേം വന്നാലും 2y ക്യൂബ് എന്നോ എനി ടേം ഇൻവോൾവിംഗ് y ഓൺലി വന്നാലും ഡെറിവേറ്റീവ് 0 ആണ്. അതേസമയം yയുടെ ഒരു ടേമും ഇൻറ്റു ഒരു ടേം ഇൻ എക്സും വന്നാൽ എന്ത് ചെയ്യണം? ഈ yനെ പുറത്തേക്ക് എടുത്തിട്ട് എഫിൻ്റെ ഡെറിവേറ്റീവ് എഴുതണം. അത് നിങ്ങൾ ഓർത്തിരിക്കണം. നമ്മൾ ഓർഡിനറി ഡിഫറൻഷിയേഷനിൽ തന്നെ നമ്മൾ കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ എങ്ങനെയാണ് നിങ്ങൾ ഓർക്കണേ? കോൺസ്റ്റന്റിന്റെ ഡെറിവേറ്റീവ് 0 ആണ് അല്ലേ? പക്ഷെ കോൺസ്റ്റന്റിന്റെ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എഴുതാനോ നമ്മൾ എന്താ ചെയ്യണേ? കോൺസ്റ്റന്റ് ഇസ് ടേക്കൺ ഔട്ട്സൈഡ് ആൻഡ് എഫിന്റെ ഡെറിവേറ്റീവ് എഴുതും. അതുപോലെയാണ് ഇവിടെയും. വൈയുടെ മാത്രമുള്ള ടേം വന്നാലും ഡെറിവേറ്റീവ് 0 ആണ്. അതേസമയം വൈയുടെ ടേമും പിന്നെ അതിൻ്റെ കൂടെ എക്സിന്റെ ടേം കൂടി ഉണ്ടെങ്കിൽ വൈയുടെ ടേം ഇസ് ട്രീറ്റഡ് ആസ് എ കോൺസ്റ്റന്റ്, വി ടേക്ക് ഇറ്റ് ഔട്ട്സൈഡ്. കീപ്പിംഗ് ഇറ്റ് ഔട്ട്സൈഡ് വി ഡിഫറൻഷിയേറ്റ് ദ ടേംസ് ഇൻ എക്സ്. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ മൂന്നാമത്തെ ടേമിൽ y മാത്രമേ ഉള്ളൂ, വൈയുടെ ടേം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനകത്ത് എക്സിന്റെ ടേംസ് ഇല്ല. സോ വി ക്യാൻ ട്രീറ്റ് ദാറ്റ് ദ ഹോൾ ടേം ആസ് എ കോൺസ്റ്റന്റ് ആൻഡ് കോൺസ്റ്റന്റ് ടേമിന്റെ ഡെറിവേറ്റീവ് എന്താണ്? 0 ആണ്. സോ ദിസ് ഇസ് ദി ആൻസർ. ഇതിനെ വേണമെങ്കിൽ നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതാം. എന്താണ്? 4 into 3. So we have 12x square plus 2y into 2x. So we get 4xy. So this is the answer. ഇതുപോലെ തന്നെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. വിത്ത് റെസ്പെക്ട് ടു y ഡിഫറൻഷിയേറ്റ് ചെയ്യാലോ. So dou z by dou y, or we may denote it as z y with respect to y, partial derivative z with respect to y. So when you differentiate with respect to y, assume that x is a constant. y നെ മാത്രം കണ്ടാൽ മതി. ഇതിൽ എക്സിന്റെ ടേംസിനൊക്കെ കോൺസ്റ്റന്റ് ആയിട്ട് കാണാം. ഓക്കെ, 4x ക്യൂബ് ഇസ് എ കോൺസ്റ്റന്റ്, ടേക്ക് ഡെറിവേറ്റീവ് 0 പ്ലസ് 2 is a constant, take it outside. X square is a constant, take it outside. Y derivative is 1. Minus 7 is a constant, take it outside, into y square derivative 2y. So this is the answer. 2x square minus 14y. So this is the answer. അപ്പോൾ ആദ്യത്തെ പ്രോബ്ലത്തിൻ്റെ നമ്മൾക്ക് ഡെറിവേറ്റീവ് കിട്ടി. ഇനി രണ്ടാമത്തെ പ്രോബ്ലം നോക്കാം. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. z is equal to, നമ്മളിതെങ്ങനെ വായിക്കാം? 4x plus 9 into 8x plus 5y. അപ്പോൾ അവിടെ ഇൻറ്റു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലേക്ക് വരേണ്ട ഒരു ഫംഗ്ഷൻ ഇൻറ്റു വേറൊരു ഫംഗ്ഷൻ. ഇസഡ് ഇസ് എ പ്രോഡക്റ്റ് ഓഫ് ടു ഫംഗ്ഷൻസ്. അപ്പോൾ ഇവിടെ ഇസഡിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് റൂൾ അപ്ലൈ ചെയ്യാൻ പോവാണ്? പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യാൻ പോവാണ് അല്ലേ? അപ്പോൾ ഫസ്റ്റ് യു ആർ ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ്, പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് ഇസഡ് വിത്ത് റെസ്പെക്ട് ടു എക്സിന് നിങ്ങൾക്ക് ഇസഡ് എക്സ് എന്ന് എഴുതാം, അല്ലെങ്കിൽ ഡോ ഇസഡ് ബൈ ഡോ എക്സ് എന്ന് എഴുതാം. എങ്ങനെ വേണമെങ്കിലും എഴുതിക്കോളൂ. ദാറ്റ് ഇസ് ഈക്വൽ ടു, എങ്ങനെയാണ് പ്രോഡക്റ്റ് റൂൾ എന്താ പറയണേ? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു, അതെങ്ങനെ എഴുതണോ ഞാൻ? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദ സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ അല്ലേ? ഇതാണ് പ്രോഡക്റ്റ് റൂൾ. അപ്പോൾ ഈ ഫസ്റ്റ് ഫംഗ്ഷൻ എന്നുള്ളിടത്ത് നമ്മൾ എന്താ ഇവിടെ എഴുതണ്ടേ? ഫസ്റ്റ് ഫംഗ്ഷൻ ഏതാണ്? പറയൂ. 4x plus 9 ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ. അപ്പൊ നമ്മളിവിടെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ പാർഷ്യൽ ഡിഫറൻഷിയേഷൻ ആണ്. ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ രണ്ട് ഡെറിവേറ്റീവ് ഉണ്ട് അല്ലെ? ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സും ഉണ്ട്, വിത്ത് റെസ്പെക്ട് ടു വൈയും ഉണ്ട്. അപ്പൊ നമ്മളിവിടെ ആദ്യം ചെയ്യണ ഏതാണ്? ഇവിടെ ലെഫ്റ്റ് സൈഡിൽ എഴുതിയിട്ടുണ്ട് ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണെന്ന്. ഡോ ഇസഡ് ബൈ ഡോ എക്സ് ആണ് നമ്മൾ എഴുതിയിട്ടുണ്ട് അല്ലെ? ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് നമ്മൾ ചെയ്യണേ. അപ്പൊ നമ്മളിവിടെ എന്താ നമ്മൾ ഡെറിവേറ്റീവ് എന്നുള്ളടുത്ത് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ്, ഡോ ബൈ ഡോ എക്സ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ. സെക്കൻഡ് ഫംഗ്ഷൻ ഏതാണ്? 8x plus 5y പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു, സെക്കൻഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ
8x plus 5y into derivative of derivative എന്ന് പറഞ്ഞാൽ with respect to x of first function. ഏതാ ഫസ്റ്റ് ഫംഗ്ഷൻ? 4x plus 9. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഈ ഡെറിവേറ്റീവ്, ഒരു സാധനം ഡെറിവേറ്റീവ് ചോദിച്ചപ്പോൾ അതിനുള്ളിൽ നമ്മൾ പിന്നെയും വേറെ എന്തിൻ്റെയോ ഡെറിവേറ്റീവ് പറഞ്ഞിട്ടാണ് അതിനെ പറഞ്ഞിരിക്കണേ അല്ലേ? ഒരാളുടെ വീട് ചോദിക്കുമ്പോൾ മറ്റാളുടെ വീടിന്റെ സൈഡിൽ അടുത്താണെന്ന് പറയുന്ന പോലെ ഇസഡ് എന്ന് പറയുന്ന രണ്ട് ഫംഗ്ഷൻസിന്റെ പ്രോഡക്റ്റ് ആയിരുന്നു എന്നിട്ട് അതിന്റെ ഡെറിവേറ്റീവ് ആ ചോദിച്ചേക്കണം. അപ്പൊ നമ്മൾ എന്നിട്ട് ആൻസർ ചെയ്തേക്കുന്നത് എന്താണ്? 4x plus 9നെ 8x plus 5 ആയിട്ട് ഡെറിവേറ്റീവ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് 8x plus 5നെ 4x plus 9ന്റെ ഡെറിവേറ്റീവ് വെച്ച് മൾട്ടിപ്ലൈ എന്നിട്ട് സം ചെയ്യുക. അപ്പോൾ ഈ ഡെറിവേറ്റീവ്, അപ്പൊ ഇതിൻ്റെ അകത്ത് കുറെ ഡെറിവേറ്റീവ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ആ ഡെറിവേറ്റീവ് എന്താണെന്നും കൂടെ പറഞ്ഞാലേ ഇതിന് ആൻസർ ആവുള്ളൂ. കാരണം ഒരു സാധനം ഡെറിവേറ്റീവ് ചോദിക്കുമ്പോൾ വേറെ കുറേ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എഴുതിയാൽ പോരല്ലോ, ഇതിന്റെ ഡെറിവേറ്റീവ് എന്താണെന്ന് ആൻസറിൽ എഴുതണം. ഓക്കെ, അപ്പൊ ഈ ഡെറിവേറ്റീവ് ഓഫ് എന്ന് പറഞ്ഞിരിക്കുന്ന സാധനങ്ങളൊക്കെ അത് മാറ്റി എന്താണ് അവിടുത്തെ ഡെറിവേറ്റീവ് എന്ന് നമ്മൾ എഴുതണം, എന്നാലേ ആൻസർ കംപ്ലീറ്റ് ആവുള്ളൂ. സോ നമുക്ക് അത് എന്താണ് ആ ഡെറിവേറ്റീവ് എന്ന് എഴുതാം. അപ്പൊ ആദ്യം 4x plus 9 into ഡെറിവേറ്റീവ് ഓഫ് 8x plus 5y. എന്താണ് 8x plus 5yന്റെ ഡെറിവേറ്റീവ്? വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ അസ്യൂം ദാറ്റ് y is a constant. അപ്പോൾ 8x plus 5yന്റെ ഡെറിവേറ്റീവ് എങ്ങനെ എഴുതാം? 8xന്റെ ഡെറിവേറ്റീവ് 5yന്റെ ഡെറിവേറ്റീവ്. അപ്പോൾ ഒന്ന് പറഞ്ഞേ, 8xന്റെ ഡെറിവേറ്റീവ് എന്ത് ചെയ്യണം? 8 is a constant. Take it outside. 8 into x in a derivative? 1. 1. Very good. X in a derivative 1. Plus 5y. അവിടെ x in a term ഇല്ല കേട്ടോ. 5y. We are differentiating with respect to x. So we are assuming that y is a constant. അപ്പോൾ 5 ഒരു കോൺസ്റ്റന്റ് ആണ്, y ഒരു കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ 5y എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്, അതിൻ്റെ എക്സ് ഇല്ല. അപ്പൊ ഒരു കോൺസ്റ്റന്റ് മാത്രം വന്നാൽ നമ്മൾ എന്താ പറഞ്ഞ ഡെറിവേറ്റീവ്? കോൺസ്റ്റന്റിന്റെ ഡെറിവേറ്റീവ് 0. ഓക്കെ, അപ്പോ 5y is treated as a constant, so അതിന്റെ ഡെറിവേറ്റീവ് 0. പ്ലസ്, അപ്പൊ ആ ഡെറിവേറ്റീവ് ഓഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞ സാധനത്തിന്റെ ഡെറിവേറ്റീവ് ഓഫ് എന്ന് പറയാതെ എന്താണ് ഡെറിവേറ്റീവ് എന്ന് എഴുതി. ഇനിയും നമ്മളൊരു ഡെറിവേറ്റീവിനെ പറ്റി പറയുന്നുണ്ട്, അതും കൂടെ ഒന്ന് എഴുതിയാലേ നമ്മുടെ ആൻസർ കംപ്ലീറ്റ് ആവുള്ളൂ. 8x plus 5y into ഡെറിവേറ്റീവ് ഓഫ് 4x plus 9. അതെന്താണെന്ന് കൂടെ എഴുതണം അല്ലെ? 4xന്റെ ഡെറിവേറ്റീവ് 4 into xന്റെ ഡെറിവേറ്റീവ് 1 plus 9ന്റെ ഡെറിവേറ്റീവ് 0. കോൺസ്റ്റന്റ് ആയതുകൊണ്ട് 0. അപ്പൊ ഇപ്പൊ ഡെറിവേറ്റീവ് ഒന്നും എഴുതാണ്ട് കൃത്യമായിട്ട് എന്താണെന്ന് കിട്ടി. ഡെറിവേറ്റീവ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നമ്മൾ ഡെറിവേറ്റീവ് ഇസ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡിൽ നമ്മൾ ഡെറിവേറ്റീവ് ഒന്നും എഴുതാണ്ട് തന്നെ ആൻസർ ആണ് എഴുതിയിരിക്കുന്നത്. ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതിയാൽ ഇത് തന്നെയാണ് നമ്മുടെ ആൻസർ. അപ്പോൾ ആൻസറിൽ വേണമെങ്കിൽ നമുക്ക് ഈ +1 എന്നും +0 എന്നും ഇൻറ്റു 1 എന്നൊക്കെ പറഞ്ഞിരിക്കണൊക്കെ നമുക്കറിയാലോ, അതൊന്ന് എഴുതാം. 4x plus 9 into 8 into 1 എന്ന് പറഞ്ഞാൽ 8 ആണ്, 8 plus 0 എന്ന് പറഞ്ഞാൽ 8 ആണ്. സോ അതിന് നമുക്ക് അവിടെ 8 എന്ന് തന്നെ എഴുതാം. യൂഷ്വലി 8 എന്ന് ഇവിടെയല്ല എഴുതാറ്. യൂഷ്വലി നമ്മൾ ഫംഗ്ഷൻ ഇൻറ്റു ഇപ്പോൾ 2x plus 3y എന്നുള്ളൊരു ഫംഗ്ഷൻ ഇൻറ്റു 4 എന്ന് എഴുതുന്നതിന് പകരം നമ്മൾ യൂഷ്വലി 4 ഫ്രണ്ടിലാണ് എഴുതാറ്. കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ സ്കെയിലാർ മൾട്ടിപ്പിൾ അല്ലെങ്കിൽ അങ്ങനെ എഴുതുമ്പോൾ സ്കെയിലാർ ഇസ് യൂഷ്വലി ഹാസ് റിട്ടൺ ഓൺ ദ ഇത് മുന്നിൽ എഴുതും. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇതിനെ 8 ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പിൽ വേണമെങ്കിൽ ആ 8നെ ഒന്ന് ഫ്രണ്ടിലേക്ക് എടുത്ത് എഴുതാം. പ്ലസ് 8x plus 5y into 4 into 1 plus 0 എന്ന് പറഞ്ഞാൽ 4. അപ്പോൾ വേണമെങ്കിൽ അടുത്തൊരു സ്റ്റെപ്പിൽ നമുക്ക് ഒന്ന് വൃത്തിയായിട്ട് എഴുതാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്ത് സിംപ്ലിഫൈയും ചെയ്യാം കേട്ടോ. വേണമെങ്കിൽ ഇങ്ങനെ എഴുതിയാൽ മതി, 8 into 4x plus 9 plus അങ്ങനെ എഴുതാം. അതല്ലെങ്കിൽ സിംപ്ലിഫൈ ചെയ്യണമെങ്കിൽ ഒന്ന് സിംപ്ലിഫൈ ചെയ്തും വേണമെങ്കിൽ എഴുതാം. 4 into 8x plus 5y എന്ന് എഴുതിയാൽ ആൻസറായി. സിംപ്ലിഫിക്കേഷൻ വേണമെങ്കിൽ ചെയ്യാം, ഇത്ര എഴുതിയാൽ തന്നെ സിംപ്ലിഫൈഡ് ഫോം ആണ്, കുഴപ്പമൊന്നുമില്ല. 8 into 4 plus 8 into 9 plus 8 into 4x plus 5 into 4y ഇങ്ങനെ വേണമെങ്കിൽ സിംപ്ലിഫൈ ചെയ്യാം. സോ ദാറ്റ് യു വിൽ ഗെറ്റ് 64x plus 20y plus 72. This is the simplest form. ഇങ്ങനെ എഴുതാം. സോ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് കിട്ടി. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈയും ചെയ്യാം അല്ലേ? പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് ഇസഡ് വിത്ത് റെസ്പെക്ട് ടു വൈ ഇതേപോലെ തന്നെ നമുക്ക് ചെയ്യാം. അപ്പൊ ഇത് ആൻസർ അല്ല, വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്നുള്ളിടത്ത് ഈ നേരത്തെ ചെയ്ത പ്രോബ്ലത്തില് മീൻസ് ഇപ്പൊ നമ്മൾ ചെയ്തതിൻ്റെ അകത്ത് തന്നെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ എന്നാക്കണം എന്നേ ഉള്ളൂ. അത് തന്നെയാണ്
പക്ഷേ വിത്ത് റെസ്പെക്ട് ടു നമ്മൾ ഇനി ചെയ്യാൻ പോണേ വിത്ത് റെസ്പെക്ട് ടു എക്സ് അല്ല, വിത്ത് റെസ്പെക്ട് ടു വൈ ആണ്. വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ assume that x is a constant. വിത്ത് റെസ്പെക്ട് ടു വൈ, വിത്ത് റെസ്പെക്ട് ടു വൈ, വൈനെയാണ് ഫംഗ്ഷൻ ആയിട്ട് കാണേണ്ടത്. അപ്പോൾ നമുക്കൊന്ന് എഴുതാം. 4x + 9 ഇൻറ്റു 8x + 5y ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ. ആദ്യത്തെ ടേം 8x, അതിൽ y ഇല്ല. So 8x is a constant. So derivative is 0 plus 5y. Derivative in the 5 is taken outside. 5 is a constant. Y the derivative with respect to y തന്നെ അല്ലേ? x ന്റെ ഡെറിവേറ്റീവ് പറഞ്ഞില്ലേ? x ന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു x 1 എന്ന് പറഞ്ഞില്ലേ? അതുപോലെ തന്നെയാണ് y യുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു y എന്ന് പറയുന്നത് 1 ആണ്. ഡോ എക്സ് ബൈ ഡോ എക്സ് അല്ലെങ്കിൽ ഡി എക്സ് ബൈ ഡി എക്സ് എന്ന് 1 പറഞ്ഞില്ലേ? അതുപോലെ തന്നെയാണ് വൈൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ എന്ന് പറഞ്ഞാലും 1 ആണ് കേട്ടോ. എക്സ് എന്നുള്ള വേരിയബിളിന് വലിയ പ്രസക്തിയൊന്നുമില്ല. ഏത് വേരിയബിൾ ആയിക്കോട്ടെ അതിനെ തന്നെ അതുകൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എക്സ് എന്നുള്ളതിൻ്റെ ഡെറിവേറ്റീവ് ഐഡന്റിറ്റി ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്. സ്ക്വയർ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് 2 times ദാറ്റ് ഫംഗ്ഷൻ 2 times എക്സ് എന്ന് വരും. അല്ലെങ്കിൽ ഇവിടെയാണെങ്കിൽ വൈ വെച്ചിട്ടാണെങ്കിൽ വൈ സ്ക്വയർ ഡെറിവേറ്റീവ് 2y, വൈയുടെ ഡെറിവേറ്റീവ് 1 തന്നെ, കോൺസ്റ്റന്റ് ഡെറിവേറ്റീവ് 0. ഓക്കെ, അപ്പോൾ 1 എഴുതി പ്ലസ് 8x + 5y ഇൻറ്റു പറയൂ 4xന്റെ ഡെറിവേറ്റീവ് 0 പ്ലസ് 9ന്റെ ഡെറിവേറ്റീവ് again 0. So you will get 4x + 9 into 5 plus 8x + 5y into 0. That is 0. So we will get 5 into 4x + 9 as the answer. Or you may write 20x + 45. ഇങ്ങനെ എഴുതാമെങ്കിലും എഴുതാം. ഇത് തന്നെ സിംപ്ലിഫൈഡ് ഫോം ആണ്. രണ്ടും ഇങ്ങനെ രണ്ട് തരത്തിൽ എഴുതാം. അപ്പോൾ ഇത് ആക്ച്വലി വേറൊരു രീതിയിലും കൂടെ ചെയ്യാം. ഇതാണ് ആൻസർ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇതിന് വേറൊരു രീതിയിലും കൂടെ ചെയ്യാം. എന്താണെന്ന് വെച്ചാൽ നിങ്ങളത് ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല. ഈ രണ്ടാമത്തെ ടേം നമ്മളിപ്പോൾ എഴുതിയപ്പോൾ 4x + 9 എന്ന് പറയുന്ന ഫസ്റ്റ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് നമുക്ക് 0 ആയിട്ടേ. അപ്പം നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യാണ്ട് തന്നെ ഈ രണ്ടാമത്തെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു y ചെയ്യാമായിരുന്നു. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫംഗ്ഷൻ z is equal to ഇതാണ്. ഇതിൻ്റെ അകത്ത് when you are differentiating with respect to y, ഈ ഫംഗ്ഷൻ ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ. ഈ ഫംഗ്ഷനിൽ ഇത് ഞാൻ ഓൾട്ടർനേറ്റ് മെത്തേഡ് എന്ന് എഴുതാം. When you are differentiating with respect to y, you are assuming that x is a constant. ഇവിടെ ഒരു 5y ഉണ്ട്. അപ്പോൾ ഈ ആദ്യം എഴുതിയിരിക്കുന്ന ടേമിൽ y ഇല്ല. So this term നമുക്ക് for us this term is actually it's like a constant. So ഒരു number into 8x + 5y എന്ന് എഴുതിയിരിക്കുന്ന പോലെ തന്നെയാണിത്. When you are differentiating with respect to y, we are assuming that x is a constant. So the first function doesn't contain any term in y, so that we can consider it as a constant, not like a function. ഫംഗ്ഷൻ ആയിട്ട് കാണുന്നില്ല. ഈ ഫസ്റ്റ് ടേമിന് എനിക്ക് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു സെക്കൻഡ് ഫംഗ്ഷൻ ഒന്നും കാണുന്നില്ല. ഫസ്റ്റ് എഴുതിയിരിക്കുന്ന ടേമിനെ എനിക്കൊരു കോൺസ്റ്റന്റിനെ പോലെ ട്രീറ്റ് ചെയ്യാം. സോ ദാറ്റ് ദിസ് ഇസ് യു നീഡ് നോട്ട് അപ്ലൈ പ്രോഡക്റ്റ് റൂൾ, ബട്ട് കോൺസ്റ്റന്റ് ഇൻറ്റു ഒരു ഫംഗ്ഷനിന്റെ ഡെറിവേറ്റീവ് നമ്മൾ എഴുതുമ്പോൾ ദാറ്റ് കോൺസ്റ്റന്റ് ഇസ് ടേക്കൻ ഔട്ട് സൈഡ്, ദെൻ ഡെറിവേറ്റീവ് ഓഫ് എഫ് എന്ന് എഴുതില്ലേ, ആ റൂൾ ദാറ്റ് ഇസ് ആക്ച്വലി സ്കേലാർ പ്രോഡക്റ്റ് റൂൾ. സ്കേലാർ പ്രോഡക്റ്റ് റൂൾ യൂസ് ചെയ്താൽ തന്നെ ഇതിന്റെ ആൻസർ കിട്ടും. ഓക്കെ, സോ ഒരു കോൺസ്റ്റന്റ് ഇൻറ്റു ആ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ നേരം we write constant 4x + 9 is taken outside into derivative with respect to y ആണ്, derivative of 8x + 5y. ഇങ്ങനെയും എഴുതാം by using scalar product rule. So that this is 4x + 9 into derivative of 8x + 5y with respect to y എടുക്കുമ്പോൾ 8x ന്റെ ഡെറിവേറ്റീവ് 0 plus 5 into y യുടെ ഡെറിവേറ്റീവ് 1. So we will get 5 into 4x + 9. ഇത് തന്നെയാണ് നമുക്ക് നേരത്തെ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്തപ്പോഴും കിട്ടിയത്. 5 into 4x + 9 പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്തും ചെയ്യാം,
അതല്ലാതെ തന്നെ നിങ്ങൾക്ക് ഈ ആദ്യത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നതിൽ എക്സിന്റെ ടേം മാത്രമേ ഉള്ളൂ, വൈയുടെ ടേം ഇല്ല എന്നത് ശ്രദ്ധിക്കുകയാണെങ്കിൽ യു ക്യാൻ യൂസ് ദിസ് സ്കെയിലർ പ്രോഡക്റ്റ് റൂൾ ആൻഡ് ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഇൻ എ സിംപ്ലർ വേ. കുറച്ചും കൂടെ പ്രോഡക്റ്റ് റൂൾ എഴുതണം, അത്രയും സ്റ്റെപ്പുകൾ ഇവിടെ എഴുതേണ്ടി വരില്ല. ഓക്കെ, അപ്പോൾ ഈ ഫംഗ്ഷൻ ഒന്ന് നോക്കിക്കേ. z is equal to 2x plus 9y divided by 8x plus 7y എന്നുണ്ട് കേട്ടോ, 7y. ഓക്കെ, സോ ഇത് വായിക്കുമ്പോൾ തന്നെ നമുക്കറിയാം 2x plus 9y divided by 8x plus 7y. ഡിവൈഡഡ് ബൈ എന്ന് പറയുമ്പോൾ ഇതൊരു കോഷ്യന്റ് ആണ് അല്ലേ. സോ വി ആർ ഗോയിങ് ടു യൂസ് ദി കോഷ്യന്റ് റൂൾ. കോഷ്യന്റിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ നേരം നമ്മൾ എന്ത് ചെയ്യണം? കോഷ്യന്റ് റൂൾ അപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്പൊ എന്താണ് കോഷ്യന്റ് റൂൾ പറയണേ? കോഷ്യന്റ് റൂൾ എന്താ പറയണേ? ഓർമ്മയുണ്ടോ? എങ്ങനെയാണ് കോഷ്യന്റ് റൂൾ പറയണേ? ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ അല്ലെ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ the whole divided by denominator square. ഞാനൊന്ന് ഷോർട്ടാക്കി എഴുതിയേക്കാണ്, ഇത് ഡിനോമിനേറ്റർ എന്നൊക്കെ പറഞ്ഞ് വായിക്കണം നിങ്ങൾ. സോ ദിസ് ഇസ് ദി കോഷ്യന്റ് റൂൾ. അപ്പൊ ഇവിടെ എന്താണ് വരണ്ടേ? ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, ന്യൂമറേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. ആദ്യം ഡിനോമിനേറ്റർ ഇൻറ്റു, അപ്പൊ ഡിനോമിനേറ്റർ എന്താ ഇവിടെ? ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞാൽ താഴെ വന്നിരിക്കണം. ഓക്കെ, 8x plus 7y ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ്, ഇവിടെ രണ്ട് ഡെറിവേറ്റീവ് ഉണ്ട് കാരണം ഫംഗ്ഷൻ ഇസ് ഓഫ് 2 വേരിയബിൾ ഫംഗ്ഷൻ. അപ്പൊ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ്, ഡോ ബൈ ഡോ എക്സും എഴുതാം, ഡോ ബൈ ഡോ വൈ എഴുതാം. അപ്പൊ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നമ്മൾ എന്താണ് കണ്ടുപിടിക്കാൻ പോണേന്ന് നോക്കുക. വി ആർ ഗോയിങ് ടു ഫൈൻഡ് ഔട്ട് ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. സോ വി റൈറ്റ് ഡെറിവേറ്റീവ് ഓഫ് ഡോ ബൈ ഡോ എക്സ് ഓഫ് numerator. What is numerator? 2x plus 9y. Okay. Minus numerator. We need numerator 2x plus 9y into derivative of, derivative എന്ന് പറഞ്ഞാൽ dou by dou x of denominator. Denominator എന്ന് പറഞ്ഞാൽ 8x plus 7y. The whole divided by denominator square. What is denominator? 8x plus 7y the whole square. അപ്പൊ ഇതിനകത്ത് വീണ്ടും കുറെ ഡെറിവേറ്റീവ് ഓഫ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതും കൂടെ ഒന്ന് നമ്മൾ എന്താണ് ഡെറിവേറ്റീവ് എന്ന് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. അപ്പൊ ഒന്ന് പറയണം കേട്ടോ. അപ്പൊ ആദ്യം 8x plus 7y ഇൻറ്റു, ഓക്കെ, ഡെറിവേറ്റീവ് ഓഫ് 2x plus 9y ഒന്ന് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്ത് പറയാം. 2x ഡെറിവേറ്റീവ് എന്ത് വരും? 2 is a constant, take it outside. 2 into x in the derivative, x in the derivative 1, okay, plus 9 is a constant. Y, when you are differentiating with respect to x, y is also treated as a constant. So 9 constant ആണ്, y constant ആണ്. അപ്പോൾ 9 into y എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. അവിടെ x ന്റെ ടേം ഒന്നും ഇല്ല. അപ്പോൾ എന്താണ് ഡെറിവേറ്റീവ് വരിക? 0. Very good. Minus 2x plus 9y into, ഇനി ഒരു ഡെറിവേറ്റീവും കൂടെ ഇവിടെ എഴുതാനുണ്ട്, 8x plus 7y യുടെ ഡെറിവേറ്റീവ് പറഞ്ഞേ. Eight is a constant. Take it outside. X in a derivative 1 plus 7 is a constant. Y is also a constant. 0. Very good. Derivative is 0. The whole divided by 8x plus 7y the whole square. അപ്പോൾ ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് ആൻസർ ശരിയായി. ഇപ്പൊ തന്നെ ആൻസർ റെഡിയാണ്, ബട്ട് നമുക്കൊന്ന് സിംപ്ലിഫിക്കേഷൻ കൂടെ ചെയ്യാം, അതിനും കൂടെ മാർക്ക് ഉണ്ടാവും. 8x plus 7y into 2 into 1 plus 0 എന്ന് പറഞ്ഞാൽ 2 മൈനസ് 2x plus 9y into 8 into 1 എന്ന് വെച്ചാൽ 8 plus 0 പറഞ്ഞാൽ 8 തന്നെ, ഡിവൈഡഡ് ബൈ 8x plus 7y the whole square. ഓക്കെ, അപ്പോൾ ഇതൊന്ന് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. 2 into 8x എന്ന് പറയുമ്പോൾ 16x plus 7 into 2 എന്ന് പറയുമ്പോൾ 14y minus 8 into 2 16x minus 8 into 9 72y the whole divided by 8x plus 7y the whole square. ഇതിനകത്ത് സിംപ്ലിഫിക്കേഷൻ 16xും മൈനസ് 16xും കൂടെ നമുക്ക് കട്ട് ചെയ്ത് കളയാം.
അപ്പോൾ ബാക്കി 14y മൈനസ് 72y 14y മൈനസ് 72y എന്ന് പറയുമ്പോൾ വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ കുറക്കുക. അപ്പം എന്തായി മൈനസ് അല്ലെ, എന്നിട്ട് വലിയ നമ്പറിന്റെ സൈൻ ഇടണം അല്ലേ. അപ്പോൾ എന്ത് പറ്റി -58y divided by 8x plus 7y the whole square. So this is the answer. ഇതേപോലെ തന്നെ നമുക്ക് പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈയും ചെയ്യാം. ഓക്കെ, അതും കൂടി ഒന്ന് ചെയ്താലോ. അപ്പൊ ഞാനിതൊന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാണ്. അതിൻ്റെ അകത്ത് ഡെറിവേറ്റീവ് എന്നുള്ളത് വിത്ത് റെസ്പെക്ട് ടു വൈ ആക്കിയാൽ മതിയല്ലോ, വേറെയൊക്കെ എഴുതിയിരിക്കുന്നത് ശരിയാണ്. അപ്പോൾ ഞാൻ എക്സ് മാറ്റി എക്സ് എന്നുള്ളിടത്തൊക്കെ ഡെറിവേറ്റീവ് എന്നുള്ളിടത്തൊക്കെ വൈ ആക്കുവാണ് കേട്ടോ. അപ്പൊ പറയാം 8x plus 7y into പറയൂ 2x plus 9y യുടെ ഡെറിവേറ്റീവ് എഴുതാൻ പോവാണ് കേട്ടോ. 2x ന്റെ ഡെറിവേറ്റീവ് with respect to y. So when you are differentiating with respect to y, assume that x is a constant. So y നെ മാത്രം yes, y ഇല്ലാത്ത ടേംസ് ഒക്കെ കോൺസ്റ്റന്റ് ആണ്. y ഉള്ള ടേംസ് മാത്രമാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത്. ബാക്കി കോൺസ്റ്റന്റ് ഒറ്റയ്ക്കാണെങ്കിൽ കോൺസ്റ്റന്റ് ഡെറിവേറ്റീവ് 0 ആണ്. കോൺസ്റ്റന്റിന്റെ കൂടെ y യുടെ ഒരു ഫംഗ്ഷനും കൂടി ഉണ്ടെങ്കിൽ ദാറ്റ് കോൺസ്റ്റന്റ് ഇസ് ടേക്കൻ ഔട്ട്സൈഡ്. അങ്ങനെ തന്നെ ആസ് സച്ച് വി ആർ ടേക്കിംഗ് ദാറ്റ് കോൺസ്റ്റന്റ് ഔട്ട്സൈഡ് ഇൻടു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ആ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് വെച്ച് മൾട്ടിപ്ലൈ. സോ 2x ന്റെ ഡെറിവേറ്റീവ് 0 പ്ലസ് 9 ഇസ് എ കോൺസ്റ്റന്റ്, ടേക്ക് ഇറ്റ് ഔട്ട്സൈഡ്. y യുടെ ഡെറിവേറ്റീവ് 1 അല്ലേ, മൈനസ് 2x plus 9y into 8x ന്റെ ഡെറിവേറ്റീവ് is a constant, x is a constant. Since derivative with respect to y ആയതുകൊണ്ട് ഡെറിവേറ്റീവ് 0 plus 7y യുടെ ഡെറിവേറ്റീവ് 7 into 7 is a constant, take it outside, y യുടെ ഡെറിവേറ്റീവ് is 1. Okay, the whole divided by 8x plus 7y the whole square. So we will get the answer. ഇതാണ് ആൻസർ. വേണമെങ്കിൽ നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. 8x plus 7y into 9 minus 2x plus 9y into 7 the whole divided by 8x plus 7y the whole square. So we can write this as 8x into 9 72x, 7y into 9 63y, minus 2 into 7 14x, minus 9 into 7 63y, the whole divided by 8x plus 7y the whole square. So simplify 63y cancelled. So the answer is 72x minus 14x is 58x. 8x plus 7y the whole square. So this is the answer, simplified answer. മനസ്സിലായല്ലോ അല്ലേ? മനസ്സിലായെന്ന് വിചാരിക്കണം. സോ കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ ഡെറിവേറ്റീവ്സ് കണ്ടുപിടിക്കാം. ഈ പ്രോബ്ലം നോക്കാം. z is equal to 4x cube plus 9y square the whole raised to 5. ഇത് കാണുമ്പോൾ ഇത് സം ആണോ, സം അതിൻ്റെ ഉള്ളിൽ ഒരു സം വന്നിട്ടുണ്ട്. ഓക്കെ, പക്ഷെ ഇത് വായിക്കുന്നത് എങ്ങനെയാണ്? സംതിങ് ഒരു ഫംഗ്ഷൻ എഴുതിയിട്ട് റേസ് ടു 5, 4x cube plus 9y square the whole raised to 5 എന്ന് പറയുമ്പോൾ ഇത് പ്രോഡക്റ്റ് റൂൾ ആണോ, അല്ല കോഷ്യൻ റൂൾ ആണോ, അല്ല പിന്നെയോ എന്തോ ഒരു ഫംഗ്ഷൻ റേസ് ടു ഒരു നമ്പർ എന്നാണ്. അപ്പൊ ഇത് നമുക്കൊരു റൂൾ ഉണ്ട് ഇതിന്. ഇത് ആക്ച്വലി ചെയിൻ റൂളിന്റെ ഒരു പെർട്ടിക്കുലർ കേസ്. ചെയിൻ റൂൾ തന്നെയാണ്. ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ, പവർ ഓഫ് സം ഫംഗ്ഷൻ ആണ് വന്നിരിക്കണേ. പവർ ഓഫ് എക്സ് എന്നാണ് നമ്മൾ എക്സ് റേസ് ടു എൻ, എക്സ് സ്ക്വയർ എക്സ് ക്യൂബ് ഒക്കെ എഴുതണേ. ഇത് പവർ എക്സ് റേസ് ടു 5 എന്നുള്ള ഫംഗ്ഷനിൽ എക്സിന് പകരം വി ഹാവ് അനദർ ഫംഗ്ഷൻ. അപ്പൊ പവർ ഓഫ് എ ഫംഗ്ഷൻ ആണ്, പവർ ഫംഗ്ഷൻ ഓഫ് അനദർ ഫംഗ്ഷൻ ആണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ഇത് കോമ്പോസിഷൻ അല്ലെങ്കിൽ ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ റൂൾ ആണ്. അപ്പൊ നമ്മൾ ആദ്യമേ തന്നെ ഇസഡ് എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ റേസ് ടു ഒരു നമ്പർ ആണെങ്കിൽ എങ്ങനെയാണ് അതിന്റെ ഡെറിവേറ്റീവ് എഴുതുന്നത്? ഇപ്പോൾ എഫ് ഓഫ് എക്സ് വൈ എന്നോ അല്ലെങ്കിൽ എന്താണെങ്കിലും ആയിക്കോട്ടെ, എഫ് ഓഫ് എക്സ് വൈ എന്ന് ഞാനിപ്പോൾ എഴുതാം. എഫ് ഓഫ് എക്സ് വൈ ദ ഹോൾ റേസ് ടു 5 അല്ലെങ്കിൽ ഹോൾ റേസ് ടു n എന്നാണെങ്കിൽ
the whole raised to n ആണെങ്കിൽ എന്താണ് നമ്മൾ അതിന്റെ ഡെറിവേറ്റീവ് പറയുന്നത്? ഡെറിവേറ്റീവ് ഓഫ് z എന്ന് പറയുന്നത് എന്താണ്? ഡെറിവേറ്റീവ് ഓഫ് z is equal to ആദ്യം നമ്മൾ എക്സ് റേസ് ടു എന്നിന്റെ ഡെറിവേറ്റീവ് ആയിട്ട് ഓർത്തിട്ട് അത് റൂൾ ഓർത്തിരിക്കുക. എക്സ് റേസ് ടു എന്നിന്റെ ഡെറിവേറ്റീവ് n ഇൻറ്റു എക്സ് റേസ് ടു n മൈനസ് വൺ. അപ്പോൾ ഒരു ടേം അല്ലെങ്കിൽ ഒരു എഫ് വന്നിട്ട് അതിന്റെ റേസ് ടു n ചോദിച്ചാൽ ഇവിടുത്തെ ആൻസറിൽ എഫ് റേസ് ടു n മൈനസ് വൺ എഴുതിയിട്ട് ആ എഫിന്റെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. ഓക്കെ, അപ്പൊ എന്താണ് റൂൾ? എങ്ങനെ പറയണേ? റൂൾ എങ്ങനെയാണ്? ഡെറിവേറ്റീവ് ഓഫ് z is n ഇൻറ്റു അഷ്ന റൂൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേ. f of x y raised to n derivative n into f of x y raised to f raised to n minus 1 into derivative of f. Okay, derivative of f. ഇതാണ് generalized power function rule. f raised to n ന്റെ ഡെറിവേറ്റീവ് എന്നാണ് n into f raised to n minus 1 into derivative of f. അപ്പോൾ ഇത് റൂൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ f of x y ക്ക് പകരം here we have 4x cube plus 9y square. n ന് പകരം we have 5. അപ്പോൾ അതൊന്ന് അപ്ലൈ ചെയ്താൽ മാത്രം മതി. So first we find the derivative with respect to x. Dou z by dou x or zx is equal to n into f of xy raised to n minus 1 into derivative of f എന്ന് പറയുമ്പോൾ ഇവിടെ derivative with respect to x ആണ് നമ്മൾ ചെയ്യണേ. അപ്പോൾ derivative with respect to x dou by dou x of f of xy. അപ്പോൾ ഇവിടുത്തെ f എന്താണ്? What is this here? We write here, we have f of x is equal to 4x cube plus 9y square. n എന്ന് പറയുന്നത് ഇവിടെ 5 ആണ്. അപ്പോൾ ഇതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആൻസർ കിട്ടും. എന്തെന്ന് എഴുതാം? n ഇൻറ്റു, അതായത് 5 ഇൻറ്റു എഫ് ഓഫ് എക്സ് വൈ റേസ് ടു n മൈനസ് 1. അതൊന്ന് പറഞ്ഞേ. 4x cube plus 9y square raised to 5 minus 1. 5 minus 1 എന്ന് പറയുമ്പോൾ 4 into derivative of dou by dou x of f of xy. വീണ്ടും 4x cube plus 9y square. അതാണ് 9y square. ഓക്കെ, അപ്പൊ ഇതിനകത്ത് വീണ്ടും ഒരു ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു ഡെറിവേറ്റീവ് ചോദിച്ചപ്പോൾ ആൻസറിൽ വീണ്ടും ഡെറിവേറ്റീവ് ഓഫ് എന്ന് പറഞ്ഞു. അപ്പൊ അതെന്താ ഡെറിവേറ്റീവ് എന്ന് എഴുതണം. ഡെറിവേറ്റീവ് ഓഫ് എന്ന് എഴുതിയാൽ പോരാ, ഡെറിവേറ്റീവ് എന്താണെന്ന് നമ്മൾ എഴുതണം. ഓക്കെ, എന്നാലേ നമ്മുടെ ആൻസർ കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 5 into 4x cube plus 9y square the whole raised to 4 into derivative of, ഒന്ന് പറഞ്ഞേ, 4x cube ഡെറിവേറ്റീവ് എന്താണ്? So 4 is taken outside, 4 is a constant, take it outside. x cube ഡെറിവേറ്റീവ് എന്താണ്? 3 into x raised to 3 minus 2. Correct. 9y square ഡെറിവേറ്റീവ് ഏതാണ് ഇനി? ഓക്കെ, 9 is a constant. 0 വരും, കാരണം we are differentiating with respect to x, so y is treated as a constant. So നമുക്ക് ആൻസർ കിട്ടിക്കഴിഞ്ഞു. ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്താൽ മതി. 5 into 4x cube plus 9y square the whole raised to 4 into 12x square എന്ന് എഴുതാം. 4 into 3x square എന്ന് പറയുമ്പോൾ 12x square. അപ്പോൾ 12 ഉണ്ട്, ഒരു 5 ഉണ്ട്. വേണമെങ്കിൽ നമുക്ക് ഒന്നും കൂടെ ഇതൊന്ന് മൾട്ടിപ്ലൈ ചെയ്തിട്ട് 60x square into 4x cube plus 9y square the whole raised to 4 എന്ന് എഴുതാം. ഇനി ഒന്നും ചെയ്യണ്ട. the whole raised to 4 എന്നുള്ളതിനെ ഇനിയിപ്പോൾ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ സിംപ്ലിഫിക്കേഷൻ അല്ല, കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആവും. വേണ്ട, ഇങ്ങനെ തന്നെ എഴുതിയാൽ മതി. ദിസ് ഇസ് ദ സിംപ്ലിഫൈഡ് ഫോം. ഓക്കെ, ഇനി ഇതേപോലെ തന്നെ നമുക്ക് പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈയും ചെയ്യാം. ഇത് തന്നെ നമുക്ക് കോപ്പി പേസ്റ്റ് ചെയ്യാം. ആയിക്കൂടി ഒരു വ്യത്യാസമേ ഉള്ളൂ. വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് പകരം വിത്ത് റെസ്പെക്ട് ടു വൈ ആണ് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോണേ എന്നുള്ള ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതൊന്ന് ഞാൻ കോപ്പി ചെയ്തു, പേസ്റ്റ് ചെയ്യാണ്. പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് z വിത്ത് റെസ്പെക്ട് ടു എക്സ് അല്ല, ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് വിത്ത് റെസ്പെക്ട് ടു വൈ ആണ്. ഓക്കെ, വിത്ത് റെസ്പെക്ട് ടു വൈ. സോ ഹിയർ ഓൾസോ വൈ വിൽ കം. സോ ഹിയർ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ. അപ്പോൾ എന്ത് വരും ഒന്ന് നോക്കാലോ. ദാറ്റ് ഈസ് ഈക്വൽ ടു 5 into 4x cube plus 9y square all raised to 4 into
ഡെറിവേറ്റീവ് ഓഫ് 4x³ എന്താണ് വരിക വിത്ത് റെസ്പെക്ട് ടു y? 0. 0. Very good. 4x³ അത് y യുടെ ടേം ഇല്ല. So 4x³ is a constant. When you are differentiating with respect to y, the derivative of that constant is 0. Plus 9 is a constant, take it outside. Derivative of y square is 9 plus ഇപ്പൊ ഇവിടെ പറഞ്ഞ പോലെ തന്നെ ഇതേപോലെ y. തന്നെയാണ്. വിത്ത് റെസ്പെക്ട് ടു y ആണെങ്കിൽ y raised to n ന്റെ ഡെറിവേറ്റീവ് 9y. n into y raised to n minus 1. y യുടെ ഡെറിവേറ്റീവ് ആണെങ്കിൽ 1, y സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് ആണെങ്കിൽ 2y raised to 2 minus 1. വെരി ഗുഡ്. ദാറ്റ് ഇസ് 2y. 2 minus 1 എന്ന് വെച്ചാൽ 1 ആണല്ലോ. അപ്പൊ 2y raised to 2 minus 1 എന്ന് വെച്ചാൽ 2y. 2y എന്ന് മതി. അപ്പൊ അതിങ്ങനെ ഓർത്താൽ മതി. ഇവിടെ എഴുതിയിരിക്കുന്ന നമ്പർ ഇപ്പോൾ ഇങ്ങനെ ഓർത്താൽ മതി. ഇപ്പോൾ y raised to 10 എന്നാണെങ്കിൽ ഡെറിവേറ്റീവ് എഴുതുമ്പോൾ ഡെറിവേറ്റീവ് ഓഫ് വിത്ത് റെസ്പെക്ട് ടു y ആണ് എഴുതണേ. അപ്പോൾ ഈ എഴുതിയിരിക്കുന്ന നമ്പർ ആദ്യം എഴുതാം. എന്നിട്ട് y raised to ഒരു നമ്പർ കുറച്ച് പറയാം. അങ്ങനെ ഓർത്താൽ മതി. ഇപ്പോൾ y സ്ക്വയർ എന്നാണെങ്കിൽ ആദ്യം 2 പറയാ, ഈ നമ്പർ പറയാ. എന്നിട്ട് y raised to 2 എന്ന് പറയേണ്ട, y raised to 1 ഒന്ന് കുറച്ച് പറയാം. y³ ഡെറിവേറ്റീവ് പറയുമ്പോൾ ഈ 3 ആദ്യം പറയാ. എന്നിട്ട് y raised to 3 എന്ന് ഒന്ന് കുറച്ചിട്ട് 2 എന്ന് പറയാം. അങ്ങനെ പറയില്ലേ? അങ്ങനെ പറയാൻ പറ്റില്ലേ? ഞാനൊരു ചോദ്യം ചോദിക്കാം. y raised to 100 ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞേ. 100y raised to 100 minus 1. അതൊന്ന് കുറച്ചങ്ങ് പറഞ്ഞോ. 99. y raised to 99. ഓക്കെ, അങ്ങനെ പറയണം കേട്ടോ. ഇനി തുടങ്ങി. അപ്പോൾ y സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ 2y raised to 1 എന്ന് പറയുന്നത് 2y. ദാറ്റ് ഇസ് 2y. സോ ദിസ് ഇസ് ദി ആൻസർ. നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതാം. ദിസ് ഇസ് 5 into 4x³ plus 9y square the whole raised to 4 into 0 plus അത് എഴുതണ്ട, 9 into 18y. അപ്പോൾ 18 into 5 വേണമെങ്കിൽ നമുക്ക് ഒന്ന് പുറത്തേക്ക് എഴുതാം. ദാറ്റ് ഇസ് 90y 4x³ plus 9y square the whole raised to 4. So this is the answer. Okay. ഇതാണ് ജനറലൈസ്ഡ് പവർ ഫംഗ്ഷൻ റൂൾ ഉപയോഗിച്ചിട്ട് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത അഞ്ചാമത്തെ പ്രോബ്ലം നോക്കാം. w is equal to 4x²y³. Clearly w is a function of x and y. So there are two first order partial derivatives, dou w by dou x and dou w by dou y. So dou w by dou x or wx is the first order partial derivative of w with respect to x. So when you find this partial derivative, we assume that y is a constant and we consider this w as a function of x only. So clearly this is of the form e raised to a function, and by natural exponential function rule we know that derivative of e raised to a function is equal to e raised to the function into derivative of that function. So we can apply this rule here so that we will get e raised to f of xy യുടെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് e raised to f of xy തന്നെ എഴുതുന്നു. എന്നിട്ട് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ with respect to x of that function is 4x² y³ in this case. Okay, so this is equal to e raised to 4x² y³ into derivative of 4x² y³ എന്ന് പറയുമ്പോൾ നമ്മൾ yനെ കോൺസ്റ്റന്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. So 4 is a constant, take it outside. y³ is a constant, take it outside. Into x² എന്ന് പറഞ്ഞൊരു ടേം ഉണ്ട്. അതിന്റെ ഡെറിവേറ്റീവ് എന്ത് വരും? x² ഡെറിവേറ്റീവ് is 2x. So this is the answer. 4 into 2 you can write this as 8x y³ e raised to 4x² y³. This is the answer. ഇനി ഈ ഫംഗ്ഷന്റെ തന്നെ പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു y, w y or dou w by dou y എങ്ങനെ കണ്ടുപിടിക്കാം?
The same rule, natural exponential function rule, says that derivative of e raised to f of xy is e raised to f of xy into derivative of f of xy. Here f of xy is 4x square y raised y cube. So we can write e raised to f of xy is 4x square y cube into derivative of that f of xy. Here derivative is derivative with respect to y of that function 4x square y cube. So we will get e raised to 4x square y cube into derivative of 4x square y cube. 4 is a constant, x square is a constant, then derivative of y cube is 3y square. So we consider this as a function of y only, so that x is treated as a constant. So x square is also a constant. We take it outside and multiplied by the derivative of the function of y. The term in y is y cube and the derivative is 3y square. So this is the answer. നമുക്കിതൊന്ന് simplify ചെയ്തിട്ട് 4 into 3 is 12. 12 x square y square e raised to 4x square y cube എന്ന് എഴുതാം. Okay, these are the first order partial derivatives of w. ഇനി അടുത്തൊരു പ്രോബ്ലം നോക്കാം. ആറാമത്തെ പ്രോബ്ലം ഇതാണ്. f is logarithm of natural logarithm of 3x raised to 4 plus 4y raised to 5. ചിലപ്പോൾ നമ്മുടെ പ്രോബ്ലം ലോഗരിതം ഓഫ് മോഡുലസ് എന്ന് പറഞ്ഞിട്ടായിരിക്കാം തന്നിട്ടുള്ളത്. രണ്ടാണേലും നമുക്ക് സെയിം ആൻസർ തന്നെയാണ് വരുന്നത്. അതായത് ഞാൻ പറയാമെന്ന് ഇത്രേ ഉള്ളൂ. ജസ്റ്റ് ഒരു കാര്യം, നിങ്ങൾക്ക് ചിലപ്പോൾ പ്രോബ്ലം തരുമ്പോൾ ലോഗരിതം ഓഫ് എഫ് ഓഫ് എക്സ് വൈ എന്ന് എഴുതിക്കുന്നതിന് പകരം ലോഗരിതം ഓഫ് മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് വൈ എന്ന് ചോദ്യം വന്നിട്ടുണ്ടാവാം. ഇങ്ങനെ വരാം ചിലപ്പോൾ ഇസെഡ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ പരിഭ്രമിക്കേണ്ട കാര്യമൊന്നുമില്ല. അതായത് ലോഗരിതം ഓഫ് എഫ് ഓഫ് എക്സ് വൈ ആണെങ്കിൽ എന്താണ് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇസെഡ് ഇസ് ഈക്വൽ ടു ലോഗരിതം ഓഫ് എഫ് ഓഫ് എക്സ് വൈ എന്നാണെങ്കിൽ എന്താണ് അതിൻ്റെ ഡെറിവേറ്റീവ്? ഡോ ഇസെഡ് ബൈ ഡോ എക്സ് എന്ന് പറയുന്നത് എന്താണ്? അല്ലെങ്കിൽ ഇസെഡ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? ഡെറിവേറ്റീവ് ഓഫ് ലോഗ് എക്സ് ഇസ് 1/x. സോ ഡെറിവേറ്റീവ് ഓഫ് ലോഗരിതം ഓഫ് എ ഫംഗ്ഷൻ ഇസ് 1/that function into derivative of that function dou by dou x of f of x y. ഇതാണ് വരിക അല്ലേ? അതുപോലെ തന്നെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈയും. ഇനി ഇസെഡ് എന്ന് പറയുന്നതിന് പകരം സപ്പോസ് ഇസെഡ് എന്നുള്ളതിന് പകരം ഞാനിവിടെ ഓക്കെ Z1 എന്ന് എഴുതും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പേര് കൊടുക്കാം. സേ P. This is P. Suppose Q is the logarithm of negative of f of xy. Negative of f of xy ആണ് ഫംഗ്ഷൻ എങ്കിൽ എന്തായിരിക്കും ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു Q വരിക? ഡെറിവേറ്റീവ് ഓഫ് Q വിത്ത് റെസ്പെക്ട് ടു x വരിക 1/that function is minus of f of xy into derivative of that function which is minus of f of xy. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ -1 എന്ന് പറയുന്നത് ആക്ച്വലി നമുക്ക് വേണമെങ്കിൽ ഈ ഡെറിവേറ്റീവിൻ്റെ അകത്തുനിന്ന് പുറത്തേക്ക് എടുക്കാം. കാരണം ദിസ് ഇസ് നത്തിങ് ബട്ട് -1 ഇൻറ്റു എഫ് ഓഫ് എക്സ് വൈ അല്ലേ? മൈനസ് ഓഫ് എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്നതും -1 ഇൻറ്റു എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്ന ഒന്നാണ്. ആൻഡ് കോൺസ്റ്റന്റ് ടൈംസ് സ്കെയിലർ പ്രോഡക്റ്റിൻ്റെ റൂൾ വെച്ചിട്ട് ഈ കോൺസ്റ്റന്റ് ക്യാൻ ബി ടേക്കൻ ഔട്ട്സൈഡ്. എന്നിട്ട് ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് വൈ എന്ന് എഴുതാം. അപ്പോൾ ഈ ഡിനോമിനേറ്ററിലെ മൈനസും ഈ -1 കൂടെ നമുക്ക് കട്ട് ചെയ്ത് പോയാൽ എന്താണ് നമുക്ക് കിട്ടുക? നേരത്തെ കിട്ടിയ അതേ ആൻസർ തന്നെയാണ് ഇവിടെയും കിട്ടുക. 1/f of xy ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് വൈ. അത് തന്നെയാണ് ലോഗരിതം ഓഫ് എഫ് ഓഫ് എക്സ് വൈൻ്റെ ഡെറിവേറ്റീവ് തന്നെയാണ് ലോഗരിതം ഓഫ് -f of xyൻ്റെ ഡെറിവേറ്റീവ്. അതായത് ലോഗരിതം ഓഫ് എഫ് ഓഫ് എക്സ് വൈയും ലോഗരിതം ഓഫ് -f of xy ആയാലും രണ്ടാണെങ്കിലും ഡെറിവേറ്റീവ് വരുന്നത് 1/f of xy ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് വൈ എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ്, അതായത് ലോഗരിതം ഓഫ് മോഡുലസ് ഓഫ് എഫ് ഓഫ് എക്സ് വൈയുടെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എനിക്ക് എന്തെന്ന് പറയാം? 1/f of xy ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് വൈ ആണെന്ന് പറയാം. അത് എഫ് ഓഫ് എക്സ് വൈ ആണെങ്കിലും മൈനസ് ഓഫ് എഫ് ഓഫ് എക്സ് വൈ ആണെങ്കിലും ഇത് തന്നെയാണ് വരുന്നത്. ആൻഡ് ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ ആണെങ്കിലും 1/f of xy ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് വൈ വിത്ത് റെസ്പെക്ട് ടു വൈ. അതൊന്ന് ഓർത്തേക്കുക.
So that നമുക്കിവിടെ ഈ പ്രോബ്ലത്തിൽ സപ്പോസ് 3x raised to 4 plus 4y raised to 5 വരെ ഒരു മോഡുലസ് ഉണ്ടായിരുന്നെങ്കിലും ഇതേ ആൻസർ തന്നെയാണ് കേട്ടോ വരും. ഇവിടെ ക്വസ്റ്റ്യൻ ഓർ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒന്നുകൂടി എഴുതാണ്. f is equal to logarithm of 3x raised to 4 plus 4y raised to 5 modulus. ഇതിനും has the same derivative. ഓക്കെ, ഞാനിതൊന്ന് ബ്രാക്കറ്റിൽ ഇട്ടേക്കാം. എനിക്ക് അങ്ങനെ ആവശ്യം വന്നാൽ അങ്ങനെയാണ് പ്രോബ്ലം വരുന്നതെങ്കിലും നിങ്ങൾ ഇതുപോലെ തന്നെ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ എന്താണ് എൻ്റെ ഡെറിവേറ്റീവ്? ലോഗരിതം ഓഫ് എഫ് ഓഫ് എക്സ് വൈയുടെ ഡെറിവേറ്റീവ് രണ്ട് വേരിയബിൾ ഉണ്ട് ഇവിടെ. ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സും എഴുതാം, ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈയും എഴുതാം. If you are differentiating with respect to x, we assume that y is a constant. So logarithm of f of x y derivative 1 by f of x y into ഇതാണ് ലോഗരിതം ഓഫ് എഫ് ഓഫ് എക്സ് വൈ എന്നുള്ള ഫോമിലാണ് അല്ലേ. ഡെറിവേറ്റീവ് is 1 by f of x y into derivative of f of x y. Here f of x y is 3x raised to 4 plus 4y raised to 5. അപ്പോൾ നമുക്ക് അങ്ങനെ എഴുതാം 3x raised to 4 plus 4y raised to 5 into derivative of 3x raised to 4 plus 4y raised to 5. So that is equal to 1 by 3x raised to 4 plus 4y raised to 5 into derivative എന്താണ് വരിക? 3x raised to 4 ന്റെ derivative 3 into x raised to 4 ന്റെ derivative 4x cube plus 4 is a constant, y raised to 5 is a constant, so derivative with respect to x is 0. So we will get the answer as 12x cube in the numerator and 3x raised to 4 plus 4y raised to 5 in the denominator. So this is the partial derivative of f with respect to x. ഇതുപോലെ തന്നെ നമുക്ക് partial derivative of f with respect to y യും ചെയ്യാം. ഇതേ ഫോർമുല തന്നെയാണ്, with respect to y ആണെന്നേ ഉള്ളൂ. അപ്പോൾ നമുക്കിതിനെ with respect to y എഴുതാം, ഇവിടെ with respect to y. So we will get 1 by f of x y, which is 3x raised to 4 plus 4y raised to 5 into derivative with respect to y of 3x raised to 4. Since x is considered as a constant here, we get 0 here plus 4 into y raised to 5 in a derivative 5 into y raised to 4. So we will get 20 y raised to 4 in the numerator, 3x raised to 4 plus 4y raised to 5 in the denominator. This is the answer. So these are the first order partial derivatives of f with respect to x and y respectively. Okay.